ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 85ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല, എഴുമുലകെങ്ങും അബിംബമാകയാലേ. നിഴലുമതല്ലിതു നേരുമല്ല, വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല, എഴുമുലകെങ്ങും അബിംബമാകയാലേ. നിഴലുമതല്ലിതു നേരുമല്ല, വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമല്ല. സാരം: ഒരു ബിംബത്തെ ആശ്രയിക്കാതെ നിഴലിന് നിലനിൽപ്പില്ല. ഉണ്ടായ ലോകങ്ങളെല്ലാം അബിംബമായതുകൊണ്ട് അത് നിഴലുമല്ല, നേരുമല്ല. വിദ്വാനായ ചിത്രകാരൻ ചായം കൊണ്ട് നിലത്തെഴുതിയ സർപ്പത്തെ പോലെ കാണപ്പെടുന്നതാണിതെല്ലാം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം. നിഴൽ ഒരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല. നമുക്ക് വ്യക്തമായി അറിയുന്ന, ബോധ്യപ്പെടുന്ന വസ്തുതയാണ് ഗുരു പറയുന്നത്. ഗുരു നമുക്കറിയാവുന്ന വസ്തുതയിലൂടെ ഗുരുവിനറിയാവുന്ന പാരമാർത്ഥിക സത്യത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. സത്യത്തെ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് ഭംഗിയായി ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ മഹത്വവും ഇതാണ്. സ്വതന്ത്രമായ ലളിതമായ അവതരണ ശൈലി. ഗുരു അനുഭവിച്ച സത്യം നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ വെച്ച് നമ്മെ അതിലേക്ക് ഉയർത്തുന്നു. നമുക്ക് അനുമാനിക്കാൻ കഴിയാവുന്ന തലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നു. ഗുരുകൃപയാൽ ചിലരെങ്കിലും ആത്മീയ തലത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ശ്ലോകത്തിലേക്ക് വരാം. ഒരു നിഴലുണ്ടാകണമെങ്കിൽ ഒരു വസ്തു വേണം. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പില്ല. ഒരു വസ്തു വേണം. ഒരു നിഴലുണ്ടാകണമെങ്കിൽ ഒരു വസ്തു വേണം. ഒരു ബിംബമില്ലാതെ നിഴലുണ്ടാവില്ല. വസ്തുവും പ്രകാശ സ്രോതസ്സും വേണം. പ്രകാശ സ്രോതസ് ഉണ്ടെങ്കിലും വസ്തുവില്ലെങ്കിൽ നിഴലില്ല. നിഴലുണ്ടാകണമെങ്കിൽ ബിംബം വേണം. നിഴൽ നോക്കി പണ്ടുള്ളവർ സമയവും പറയുമായിരുന്നു. അത്രയും കൃത്യമായി നിഴലിനെ ബോധ്യമാകും. ഈ വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഫിസിക്സും കൂടിയാണ്. ഭൗതിക ശാസ്ത്രം നാം പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുകൊണ്ട് ഗുരു ആത്മീയ തത്വം ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമാണ്. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം, ബോധ്യമാക്കാം. നമ്മിൽ ആത്മീയ ബോധം ജനിപ്പിക്കുവാൻ ശാസ്ത്രബോധത്തോടെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറയുന്നു. ഈ പ്രപഞ്ചം തന്നെ അവാസ്തവമാണ്. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നുള്ളതും അവാസ്തവം തന്നെ. പ്രാപഞ്ചിക വസ്തുക്കൾ എടുത്തു ഗുരു നമ്മെ സത്യത്തിൽ എത്തിക്കുന്നു. നിഴലുണ്ടാകണമെങ്കിൽ ഒരു ബിംബവും പ്രകാശവും വേണം. എന്നാൽ നിഴലും വാസ്തവമല്ല, യാഥാർത്ഥ്യവുമല്ല. ഇത് ശാസ്ത്ര സത്യമാണ്. ഭൂമി കറങ്ങുന്നതും പ്രപഞ്ച പ്രതിഭാസങ്ങളൊന്നും നാം അറിയുന്നില്ല. നാം കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം വാസ്തവമാണെന്നറിഞ്ഞ് നാം ഭ്രമിച്ച് ജീവിക്കുന്നു. ഈ പ്രപഞ്ചം അവാസ്തവമാണെന്ന് ഗുരു ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം അവാസ്തവമാണ്. അന്വേഷിച്ച് കണ്ടെത്തിയ ശാസ്ത്ര സത്യമാണിത്. ഭൂമി ഉരുണ്ടതാണെന്നറിയണമെങ്കിൽ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിൽ എത്തിയവരാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അതുപോലെ മനുഷ്യൻ അവൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ മാത്രമേ ആത്മജ്ഞാനത്തെ അറിയാൻ പറ്റൂ. എന്നെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച് അറിയാൻ പറ്റൂ. ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ആത്മജ്ഞാനികൾ പ്രതിപാദിക്കുന്നു, ഈ പ്രപഞ്ചം അവാസ്തവമാണ്, പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന്.
നിഴലുണ്ടാകണമെങ്കിൽ വസ്തു വേണം എന്നറിവിൽ നിന്നുകൊണ്ട് ആത്മജ്ഞാനത്തിലേക്ക് ഗുരു നമ്മെ നയിക്കുന്നു. പൂർണ്ണതയിലെത്തിയ ആത്മീയ ഗുരു തരുന്ന ജ്ഞാനത്തിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത മനസ്സിലാക്കാം. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം. പ്രപഞ്ചം സത്യമാണെന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം. 7 ഉലകെങ്ങും അബിംബമാകയാലേ 7 ഉലകെങ്ങും അബിംബമാകയാലേ നാം അറിയുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം അബിംബമാകയാലേ ഒരു വസ്തുവല്ലാതെ. സൂര്യനെ ഭൂമി ചുറ്റുന്നതുകൊണ്ട് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. നാം കറക്കമായിട്ടല്ല അനുഭവിക്കുന്നത്, ദിനരാത്രങ്ങളായിട്ടാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ അനുഭവം തെറ്റാണ്. വാസ്തവം ഭൂമിയുടെ കറക്കമാണ്. ഇതുപോലെ അനേകം പ്രപഞ്ചമുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. എത്ര പ്രപഞ്ചമുണ്ടായാലും വസ്തുവല്ല, വാസ്തവമായതല്ല. വസ്തുവുമല്ല പ്രപഞ്ചം, വാസ്തവമായതല്ല, അവാസ്തവമാണ്. ഗുരു പറയുന്നു, നാം അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്ന്. പ്രപഞ്ചം അബിംബമാണ് എന്നാണ് ഗുരു അവതരിപ്പിക്കുന്നത്. നമുക്ക് ബോധ്യമാവുന്നുണ്ടോ? 7 ഉലകെങ്ങും അബിംബമാകയാലേ നിഴലുമതല്ലിതു നേരുമല്ല. നിഴലുമതല്ലിതു നേരുമല്ല. പ്രപഞ്ചം വാസ്തവമാണെങ്കിൽ അതിൻ്റെ നിഴലായി ഈ കാണുന്നതെല്ലാം എന്ന് പറയാം. പ്രപഞ്ചം വസ്തുവല്ലാത്തതുകൊണ്ട് നിഴലില്ല. അതുകൊണ്ട് പ്രപഞ്ചം നിഴലുമല്ല, അത് നേരുമല്ല. വസ്തുവുമല്ല, വസ്തു ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയായ നിഴലുമല്ല. നിഴലുണ്ടാവണമെങ്കിൽ വസ്തു വേണം. പ്രപഞ്ചം വസ്തുവുമല്ല, നിഴലുമല്ല. പ്രപഞ്ചം വാസ്തവുമല്ല, നിഴലുമില്ല. എന്നാൽ പ്രപഞ്ചം എന്താണ്? ഗുരു അന്വേഷിച്ച് ഗുരു പറയുന്നു, വിദ്വാൻ എഴുതിയിടും ഫണി പോലെ കാണുമെല്ലാം. ഫണി പോലെ കാണുമെല്ലാം. ഫണി പോലെ സർപ്പത്തെ വരയ്ക്കുന്ന നല്ല കലാകാരൻ പാമ്പിനെ വരച്ചാൽ അത് പാമ്പാണെന്ന് തോന്നും. പാമ്പാണെന്ന് നിശ്ചയമായിട്ടും അതിനെ കണ്ടാൽ, അതിൻ്റെ ആ ഭാവം കണ്ടാൽ പാമ്പാണെന്ന് തോന്നും. അത്രയും ഗംഭീരമായ വിദ്വാൻ വരയ്ക്കൂ, വിദഗ്ധമായി വരയ്ക്കൂ. വിദഗ്ധനായ ഒരു കലാകാരൻ പാമ്പിനെ എഴുതുകയാണ്, വരയ്ക്കുകയാണ്. ആ വര കണ്ടപ്പോൾ ഞെട്ടി. വര വാസ്തവ പ്രതീതി ഉണ്ടാക്കി. പാമ്പിൻ്റെ തനതായ ഭാവത്തെ വരയ്ക്കാൻ വിദ്വാനേ പറ്റൂ. കാണുമ്പോൾ വാസ്തവമാണെന്ന് നമുക്ക് തോന്നും. വസ്തുവിൻ്റെ വാസ്തവത്തെ ജനിപ്പിക്കുവാൻ വൈദഗ്ധ്യമുള്ള ഒരു ചിത്രകാരൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ പ്രപഞ്ചം. അതായത് വസ്തുവിൻ്റെ വാസ്തവത്തെ ജനിപ്പിക്കുവാൻ വൈദഗ്ധ്യമുള്ള ഒരു ചിത്രകാരൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ പ്രപഞ്ചം. വരച്ചു വെച്ച പാമ്പിനെ യഥാർത്ഥ പാമ്പാണെന്ന് കരുതി പ്രതികരിക്കുന്നത് പോലെ വിദ്വാനായ ചിത്രകാരൻ വരച്ച ഈ പ്രപഞ്ചത്തെ വാസ്തവമാണെന്ന് കരുതി നാം ആസ്വദിച്ച് ജീവിക്കുന്നു. ഇതൊരു സിനിമ കാണുന്നത് പോലെയാണ്. ചിത്രം ചലിക്കുന്ന ചലച്ചിത്രം. ചിത്രം ചലിക്കുന്നതാണ് ചലച്ചിത്രം. സിനിമ കാണുമ്പോൾ നമുക്കത് വാസ്തവമാണെന്ന് തോന്നും. ദുഃഖം വരുമ്പോൾ കരയുന്നു, കോമഡി വരുമ്പോൾ ചിരിക്കുന്നു. നമ്മുടെ ഗ്രന്ഥികളെ ചലിപ്പിക്കുവാൻ അവാസ്തവികമായ ചിത്രത്തിന് കഴിയുന്നത് പോലെ നമ്മുടെ ഗ്രന്ഥികൾ ഉത്തേജിതമാകണമെങ്കിൽ നാം ആ ചിത്രത്തെ എത്ര വാസ്തവികമാണെന്ന് കരുതുന്നു. ചിത്രത്തിൻ്റെ വൈദഗ്ധ്യം കൊണ്ട്, നല്ലൊരു കഥയും സംവിധാനത്തിലും നല്ല വൈദഗ്ധ്യമുള്ളതുകൊണ്ട് വൈദഗ്ധ്യം മാത്രമാണ് നമ്മിൽ വാസ്തവം ജനിപ്പിക്കുന്നത്. ഗുരു പറയുന്നു, ഈ കാണുന്ന പ്രപഞ്ചം ഒരു വസ്തുവുമല്ല, ഒരു നിഴലുമല്ല, അത് നേരുമല്ല. പിന്നെന്താണിത്? വളരെ വിദഗ്ധനായ ഒരു ചിത്രകാരൻ വരച്ച ചിത്രമാണിത്. ആ ചിത്രം ഉള്ളതാണെന്ന തോന്നൽ ഉളവാക്കുന്നു. സിനിമ പോലെ, ചുവർ ചിത്രങ്ങൾ പോലെ ഈ പ്രപഞ്ചം അവാസ്തവമാണ്, ഒരു തോന്നലാണ്. ചിത്രകാരൻ്റെ ചിത്രം ശരിയാണെന്ന ധാരണ ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചവും ശരിയാണെന്ന ധാരണയാണ് നമുക്കുള്ളത്.
ഒരു കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റിക് പാമ്പ് ചുരുട്ടിക്കൊടുത്താൽ ആ കുട്ടി പെട്ടെന്ന് അമ്പരപ്പെടുന്നത് കാണാം, ഭയപ്പെടുന്നത് കാണാം. നാം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെയെല്ലാം വാസ്തവമാണെന്ന് കണ്ട് നാം പ്രതികരിക്കുന്നു. പ്രപഞ്ചം അവാസ്തവമാണെന്ന സത്യം മനസ്സിലാക്കിയേ പറ്റൂ. അത് ആർക്കേ പറഞ്ഞു തരാൻ പറ്റൂ? പ്രപഞ്ചബോധത്തിനപ്പുറത്തേക്ക് ബോധം വികസിച്ച് പ്രപഞ്ചാതീതമായ ബോധതലത്തിൽ നിൽക്കുന്ന ഋഷിക്ക് മാത്രമേ ഈ സത്യം ദർശിക്കാൻ പറ്റൂ. സത്യദർശിയായ ഗുരു അവിടെ നമ്മെ എത്തിക്കുന്നു. നമുക്കറിയാവുന്ന ഉദാഹരണത്തിലൂടെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ സത്യമല്ല, നിഴലുമില്ല, നേരുമല്ല, ഇത് കണ്ട് ഭയപ്പെടരുത്, ഇതൊരു ചിത്രപ്പണിയാണ്, ഇതൊരു ചലച്ചിത്രമാണെന്നറിയൂ. ഈ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രപഞ്ചബോധത്തിനപ്പുറത്തെത്തിയാൽ ഈ വസ്തുത നമുക്ക് കൃത്യമായി മനസ്സിലാക്കാമെന്ന് ഗുരു ഉപദേശിക്കുന്നു. വളരെ ലളിതമായി പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത ഗുരു നമ്മെ ബോധിപ്പിക്കുന്നു. ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്കവിടേക്കുയരാം. അതിന് ഗുരു കൃപയുണ്ടാവട്ടെ. ഗുരു തൃപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഹരി ഓം നമഃ ശിവായ.